ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ തള്ളൽ കാരണം നമ്മൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇല്ലടേ ഇല്ല. ബിഗ് ബോസിനൊപ്പം കൂടെ കൂടിയ ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരോടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ തള്ളി 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 2 ലക്ഷം ആക്കി തന്ന എല്ലാവരോടും, നമ്മുടെ ഈ ഒരു ഫാമിലിയിലോട്ട് പുതുതായിട്ട് വന്ന നിങ്ങളോടും ഒരുപാട് നന്ദി നന്ദി നന്ദി. നന്ദി മാത്രമേ ഉള്ളൂടാ പട്ടി എന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിക്കാൻ വരുന്നത്? എനിക്കറിയാം, തൽക്കാലം നന്ദി മാത്രമേ ഉള്ളൂ. കുറച്ച് ടൈറ്റ് ആണ്, നിങ്ങളുടെ കല്യാണമൊക്കെ വരികയാണ്, അതുകൊണ്ട് ഓക്കെ. അപ്പം ഇന്നത്തെ സബ്ജക്റ്റിലോട്ട് വരാം. ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ കുറെ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു, ചേട്ടാ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും സൂഹിക്കണമെന്നില്ല. വീഡിയോ മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ട് അവസാനം എന്നെ തെറി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കും. അപ്പൊ സംഭവം ഇതാണ്: ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് ഉപ്പും മുളകും ലൈറ്റ്. ഇവർക്കൊരു മൂത്ത മകൾ ഉണ്ടായിരുന്നു. മൂത്ത മകളുടെ കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു, മൂത്ത മകൾ ഒളിച്ചോടി പോയി. ഇവർക്കൊരു ഇളയ മകൾ ഉണ്ടായിരുന്നു. ഇളയ മകളുടെ കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇളയ മകൾ ഒളിച്ചോടി പോയി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണെങ്കിലും ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടോ വരും, മിക്കവാറും വരും. അതാണല്ലോ പതിവ്. ആദ്യത്തെ മൂത്ത മകൾ പോയ സമയത്തും നമ്മൾ കണ്ടതാണ്, സെയിം പാറ്റേണിൽ തന്നെയാണ് ഇളയ മകളും പോയത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ആയ ചെറുക്കന്റെ കൂടെ തന്നെയാണ് പോയത് എന്ന് ആശ്വസിക്കാം, അത്ര തന്നെ. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിപ്പം വീട്ടുകാരുടെ ആ അവസ്ഥ പെണ്ണിന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കണം ആ പെൺകുട്ടി തോന്നിയതുപോലെ ഇറങ്ങിപ്പോയത്. എന്താണെങ്കിലും ഇവരുടെ കാര്യം വല്ലാത്തൊരു ഇതാണ്. 2 പിള്ളേരും ഉണ്ട്, രണ്ടിന്റെ അവസ്ഥ ഇത് തന്നെ. ഇതെന്താണ്, എൻഗേജ്മെന്റ് വരെ കൊണ്ട് എത്തിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് ഉള്ളതെന്നാണ് തോന്നുന്നത്. കൈ പിടിച്ച് സ്വന്തം മകളെ ഒരു പയ്യനെ ഏൽപ്പിക്കാനുള്ള ഭാഗ്യം ഇവർക്കില്ല.